ഹേ ഓൾ വെൽക്കം ടു ബുക്കിഷ് ബാഡ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു പോയമാണ്. ആൻഡ് ദറ്റ് പോയം ഇസ് ഈവ് ടു ഹെർ ഡോട്ടേഴ്സ് ബൈ ജൂഡിത്ത് റൈറ്റ്. സോ ഈ ഒരു പോയം ആക്ച്വലി ഒരു ഫെമിനിസ്റ്റ് പോയമാണ്. ആൻഡ് ഇറ്റ് ഇസ് എ സറ്റാരിക്കൽ റീഇൻറ്റർപ്രിട്ടേഷൻ ഓഫ് ദ ബിബ്ലിക്കൽ സ്റ്റോറി ഓഫ് ആഡം ആൻഡ് ഈവ് ടോൾഡ് ഫ്രം ദ പേഴ്സ്പെക്റ്റീവ് ഓഫ് ഈവ്. സോ നമുക്ക് ഈവിൻ്റെ പേഴ്സ്പെക്റ്റീവിൽ നമ്മൾ ബൈബിളിൽ കേട്ടിട്ടുള്ള സ്റ്റോറിയാണ്. ആഡമിനെയും ഈവിനെയും ഈഡൻ ഗാർഡനിൽ നിന്ന് പുറത്താക്കിയതിന് ശേഷമുള്ള അവരുടെ അവരെങ്ങനെയാണ് പുറത്താക്കിയത് ആ ഒരു സ്റ്റോറി. അപ്പോൾ അതിന് ശേഷമുള്ള അവരുടെ ലൈഫ് ഈവിൻ്റെ പേഴ്സ്പെക്റ്റീവിൽ നിന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും എന്നുള്ളതാണ് ഈ ഒരു പെർട്ടിക്കുലർ പോയത്തിൽ നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ലൈൻ ബൈ ലൈൻ ആദ്യം തന്നെ അനലൈസ് ചെയ്ത് പോവാം. സോ ദ ഫസ്റ്റ് ലൈൻ ഗോസ് ലൈക്ക് ദിസ്: It was not I who began it, turned out into drafty caves, hungry so often, having to work for our bread, hearing the children whining. I was nevertheless not happy. Where Adam went, I was fairly contented to go. I adapted myself to the punishment. It was my life. അപ്പോൾ ഈ ഒരു ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഇറ്റ് വാസ് നോട്ട് ഐ ഹു ബിഗാൻ ഇറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. സോ അതിന് പറയുന്നത് ഈവ് ആയിരുന്നില്ല അവരുടെ ഡൗൺഫോളിൻ്റെ മെയിൻ കോസ് എന്നുള്ള രീതിയിലാണ് ഈവ് ജസ്റ്റിഫൈ ചെയ്യുന്നത്. And she's saying that after being banished from Eden, she just adjusted to the life on earth. Even though ഈഡൻ പോലൊരു സ്ഥലത്ത് അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസിൽ നിന്ന് ബാനിഷ് ചെയ്യപ്പെട്ട് എർത്തിലേക്ക് വന്നപ്പോഴും ഈവ് അവിടുത്തെ എർത്തിലുള്ള ലൈഫിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. ആൻഡ് ഷി ഡിഡ് നോട്ട് കംപ്ലെയിൻ ആൻഡ് ഷീ അക്സെപ്റ്റഡ് ദ പണിഷ്മെൻറ്റ് കാംലി. ഇനി നെക്സ്റ്റ് ലൈനിൽ പറയുന്നത് ഇങ്ങനെയാണ്: ബട്ട് ആഡം, യു നോ, he kept brooding over the insult, over the trick they had played on us, over the scolding. He had discovered a flaw in himself and he had to make up for it. അപ്പോൾ ഇതിൽ പറയുന്നത് ആഡമിന് ആ ഒരു പണിഷ്മെൻറ്റ് കംപ്ലീറ്റ്ലി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. ലൈക്ക് ഹി കെപ്റ്റ് ബ്രൂഡിങ് ഓവർ ദ ട്രിക്ക്. ആൻഡ് ഇവിടെ ദേ എന്നാണ് പറയുന്നത്. മേ ബി ദേ എന്ന് ഉദ്ദേശിക്കുന്നത് ഗോഡിനെയും സേറ്റനെയും ആയിരിക്കാം. ദ ട്രിക്ക് പ്ലേഡ് ബൈ ദം എന്ന് പറയുന്നത് അവർ രണ്ടുപേരെ ആയിരിക്കാം. ആൻഡ് ആഡം ഹേറ്റഡ് വർക്കിംഗ് ഹാർഡ്. ആൻഡ് ആഡം ഈ ഒരു എർത്തിലുള്ള ലൈഫിൽ ആക്ച്വലി വളരെയധികം അപ്സെറ്റ് ആയിരുന്നു. ബിക്കോസ് ദ വേൾഡ് വാസ് ഇൻ പെർഫെക്റ്റ് ലൈക്ക് ഈഡൻ. ആൻഡ് ഈവൻ അതുകൊണ്ട് തന്നെ ആഡം ഈവ് ചെയ്തിരുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ വരെ കംപ്ലെയിൻ ചെയ്തിരുന്നു. കാരണം വേൾഡിലുള്ള ലൈഫ് ഒട്ടും പെർഫെക്റ്റ് ആയിരുന്നില്ല, അല്ലെങ്കിൽ എർത്തിലുള്ള ലൈഫ് ഒട്ടും പെർഫെക്റ്റ് ആയിരുന്നില്ല. അതിലേക്ക് അക്സെപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അഡാപ്റ്റ് ചെയ്യാനും ആഡമിന് പറ്റിയിരുന്നില്ല. ആൻഡ് ദ നെക്സ്റ്റ് ലൈൻ ഗോസ് ലൈക്ക് ദിസ്: Outside Eden, the earth was imperfect. The seasons changed. The game was flea-footed. He had to work for our living, and he didn't like it. He even complained of my cooking. It was hard to compete with heaven. സോ നേരത്തെ പറഞ്ഞ ലൈനിലെ പോലെ തന്നെയാണ് ഈവൻ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരെ ഈവിനെ കംപ്ലെയിൻ ചെയ്തിരുന്നു. ഈവിൻ്റെ കുക്കിംഗ് കൊള്ളില്ല എന്ന് പറഞ്ഞിരുന്നു. ആൻഡ് ഈവ് പറയുകയാണ് ഈഡൻ ഗാർഡനിലുണ്ടായിരുന്ന കുക്കിങ്ങിനെ അല്ലെങ്കിൽ അതിനെ വെച്ചിട്ട് ഒരിക്കലും ഈവിൻ്റെ കുക്കിംഗ് അല്ലെങ്കിൽ ഈവിൻ്റെ സ്കിൽസിനെ അതുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന്. So he sets to work. The earth must be made a new Eden with central heating, domesticated animals, mechanical harvesters, combustion engines, escalators, refrigerators, and modern means of communication, and multiplied opportunities for safe investment and higher education for Abel and Cain and the rest of the family. You can see how his pride has been hurt. അപ്പോൾ ഈ ഒരു ലൈനിൽ പറയുന്നത് ആദം വളരെയധികം അഡമൻ്റായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒബ്സസ്ഡ് ആവുകയാണ്. അതായത് എർത്തും ഈഡൻ പോലെ വളരെ പെർഫെക്റ്റ് ആക്കണം എന്നുള്ള കാര്യത്തിൽ. അതായത് ഇവിടെയുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ മോഡേൺ ആയിട്ടുള്ള ഇൻവെൻഷൻസ് വെച്ച് ഈ ഒരു വേൾഡും വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആക്കണം. ആൻഡ് ഹി വോണ്ട്സ് ടു ബിൽഡ് എ വേൾഡ് വിത്ത് റെഫ്രിജറേറ്റർ, എസ്കലേറ്റേഴ്സ് ആൻഡ് മെഷീൻസ്. സോ ഇതിൻ്റെ അകത്ത് കാണിക്കുന്നത് ഈ ആഡമിന് ആ ഒരു ടൈമിലുള്ള ഒരു ഒബ്സഷനെ കുറിച്ചാണ്. അതേപോലെ ഈ ഒരു മോഡേൺ ഇൻവെൻഷൻസ് ഉപയോഗിച്ച് സ്വന്തം മക്കളുടെ ഇവരുടെ മക്കളെ നമുക്ക് അറിയാം. ഓൾറെഡി നമ്മൾ ബൈബിൾ വായിച്ചിട്ടുള്ള അല്ലെങ്കിൽ ബൈബിളിലുള്ള സ്റ്റോറി അറിയുന്നവർക്കറിയാം. ആഡമിൻ്റെയും ഈവിൻ്റെയും മക്കളായിട്ട് പറയുന്നത് ഈബിൾ ആൻഡ് കായിൻ അല്ലെങ്കിൽ കെയിനെയാണ്. ആബേലിനെയും കായേനെയുമാണ് ഈവിൻ്റെയും ആഡമിൻ്റെയും മക്കളായിട്ട്, അതായത് സൺസായിട്ട് പറയുന്നത്. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും ലൈഫ് വളരെ കംഫർട്ടബിൾ ആക്കാൻ വേണ്ടി ഈ ഒരു വേൾഡിനെ പെർഫെക്റ്റ് ആക്കി മാറ്റാൻ വേണ്ടി ഇപ്പോൾ ആഡം ഒബ്സസ്ഡ് ആണെന്നാണ് പറയുന്നത്. ആൻഡ് നമുക്കിത് അനലൈസ് ചെയ്യുമ്പോൾ വി ക്യാൻ സേ ദാറ്റ് ആഡം റിപ്രസെൻറ്റ്സ് ദ യൂറോപ്യൻ കോളനൈസേഴ്സ് ഹു ട്രൈ ടു ചേഞ്ച് ദ നേച്ചർ ആൻഡ് നേറ്റീവ് ലാൻഡ് ടു ഫിറ്റ് ദെയർ ഓൺ ഇമേജ്. ആൻഡ് ഇനി നെക്സ്റ്റ് ലൈൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം.
In the process, he had to unravel everything because he believed that mechanism was the whole secret. He was always mechanical minded. He got to the very inside of the whole machine, exclaiming as he went, "So, this is how it works. And now that I know how it works, why I must have invented it." As for God and the other, they cannot be demonstrated, and what cannot be demonstrated doesn't exist. You see, he had always been jealous. ഈ ഒരു ലൈനിൽ നമ്മളോട് നറേറ്റർ പറയുവാണ്, അതായത് ആഡം ഹാസ് ബിക്കം മോർ സയൻറ്റിഫിക് ആൻഡ് മെക്കാനിക്കൽ ആൻഡ് ബിലീവിങ് ദാറ്റ് ഇഫ് സംതിങ് കാൺ ബി പ്രൂവൻ ഇറ്റ് ഡസൻ എക്സിസ്റ്റ്. അതായത് ഇവിടെ ഗോഡ് എന്ന് പറയുന്ന സംഭവത്തെ അല്ലെങ്കിൽ ഗോഡ് എന്ന് പറയുന്ന ഒരു ഐഡിയയെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സംഭവം അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ ഇറ്റ് ഡസൻ എക്സിസ്റ്റ് എന്നാണ് ആഡം വിശ്വസിക്കുന്നത് എന്നാണ് നമ്മളോട് ഈവ് പറയുന്നത്. കൈൻഡ് ഓഫ് ഒരു ഏത്തിയിസ്റ്റിക് ടോണിലാണ് അല്ലെങ്കിൽ ഏത്തിയിസ്റ്റിക് ബിലീവ്സ് ആണ് ഇപ്പോൾ ആഡം ഫോളോ ചെയ്യുന്നത് എന്നാണ് ഈവ് പറയുന്നത്, വിച്ച് ഇസ് കൈൻഡ് ഓഫ് ഐറോണിക്. ആൻഡ് ഹിസ് തിങ്കിങ്സ് ബിക്കം കോൾഡ് ലോജിക്കൽ ആൻഡ് ഇമോഷൻലെസ്. ആൻഡ് നെക്സ്റ്റ് ലൈനിൽ പറയുന്നത് ഇങ്ങനെയാണ്, യെസ് ഹി ഗോട്ട് ടു ദ സെൻറ്റർ വെർ നത്തിങ് അറ്റ് ഓൾ ക്യാൻ ബി ഡെമോൺസ്ട്രേറ്റഡ് ആൻഡ് ക്ലിയർലി ഹി ഡസൻ എക്സിസ്റ്റ് ബട്ട് ഹി റെഫ്യൂസസ് ടു അക്സെപ്റ്റ് ദ കൺക്ലൂഷൻ. You see, he was always an egotist. It was warmer than this in the cave. There was none of this fallout. I would suggest, for the sake of the children, that it's time you took over. ഈ ഒരു സ്റ്റാൻസയിൽ ഈവ് ടോക്കിംഗ് അല്ലെങ്കിൽ ഈവ് സ്പീക്കിംഗ് ഡയറക്ട്ലി ടു ദി മോഡേൺ വിമൻ. അതായത് ഈവിൻ്റെ ഡോട്ടേഴ്സായിട്ട് ഇവിടെ കാണുന്നത് മോഡേൺ വിമനെയാണ്. അപ്പോൾ മോഡേൺ വിമനോടാണ് ഈവ് ഇവിടെ പറയുന്നത് that it is time for you to take over. അതായത് ആഡം ഫെയിലായി വിത്ത് ഹിസ് ഒബ്സെഷൻസ് ഓവർ മെഷീൻസ് ആൻഡ് ലോജിക്സ്. സോ മോഡേൺ വുമൻ ആ ഒരു പ്ലേസ് ടേക്ക് ഓവർ ചെയ്യണം എന്ന് പറയണം. ബട്ട് അറ്റ് ദ സെയിം ടൈം ഷീ ഈസ് ഓൾസോ വറിഡ് ദാറ്റ് ഹർ ഡോട്ടേഴ്സ് മൈറ്റ് ഇൻഹെറിറ്റ് ദ സെയിം ഫോൾട്ട് ഫ്രം ഹർ ആൻഡ് ആഡം. But you are my daughters. You inherit my own faults of character. You are submissive, following Adam even before existence. Faults of characters have their own logic, and it always works out. I observe this with Abel and Cain. Perhaps the whole elaborate fable, right from the beginning, is meant to demonstrate this. Perhaps it's the whole secret. Perhaps nothing exists but our faults. At least that can be demonstrated. But it's useless to make such a suggestion to Adam. He has turned himself into God, who is faultless and doesn't exist. സോ ഈ ഒരു പോയം എൻഡ് ചെയ്യുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ്, ദാറ്റ് ആഡം ഹാസ് ബിക്കം ലൈക്ക് എ ഗോഡ്. അതായത് ഗോഡ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് ആഡം പറയുന്നത്. അതേപോലെ ഇവിടെ ആഡമും ഗോഡിനെ പോലെ ആവാൻ ശ്രമിക്കുകയാണ്, അതായത് എക്സിസ്റ്റ് ചെയ്യാത്തൊരു പേഴ്സണെ പോലെ ആവാൻ ശ്രമിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പെർട്ടിക്കുലർ പോയം എൻഡ് ചെയ്യുന്നത്. ആൻഡ് നമുക്ക് ഇതിൻ്റെ തീംസ് പറയുകയാണെങ്കിൽ ഇതിലത്തെ പ്രിവെയിലിംഗ് ആയിട്ടുള്ളൊരു തീമാണ് ഫെമിനിസം. ഈവ് ആസ് എ സ്ട്രോങ് കാം വുമൺ ആൻഡ് ആഡം എന്ന് പറയുന്നത് ദ മാൻ ഇസ് ഷോൺ ആസ് സമ്മൺ ഹു വാണ്ട്സ് കൺട്രോൾ ആൻഡ് ഇസ് നെവർ സാറ്റിസ്ഫൈഡ്. അപ്പോൾ ഈ ഒരു ഫെമിനിസം എന്നുള്ള തീം ഈ ഒരു ഹോൾ എസേയിൽ വളരെ പ്രിവെയിലിംഗ് ആയിട്ടുള്ളൊരു തീമാണ്. ആൻഡ് ഇതിൽ സിമ്പിൾസ് പറയുകയാണെങ്കിൽ ഈവ് ആസ് ദ സിമ്പിൾ ഓഫ് വിമൻഹുഡ് ആൻഡ് ഷീ റെപ്രസെൻറ്റ്സ് ദ ട്രഡീഷണൽ വിമൻ ഹു അഡാപ്റ്റ്സ്, നർച്ചേഴ്സ് ആൻഡ് മേക്ക് പീസ് വിത്ത് ഹർ ലൈഫ്. ആൻഡ് ഇനി അനദർ സിമ്പിളാണ് ന്യൂ ഈഡൻ ആയിട്ട് കാണിക്കുന്നത് എവിടെയാണ്? എർത്തിനെയാണ്. ദ മോഡേൺ വേൾഡ് വിത്ത് മെഷീൻസ്, ടെക്നോളജീസ് ആൻഡ് വെൽത്ത്, അതെല്ലാമാണ് ന്യൂ ഈഡൻ എന്നുള്ള സിമ്പിളിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ആൻഡ് അനദർ സിമ്പിളാണ് ഈവ്സ് ഡോട്ടർ. ആൻഡ് ഈവ്സ് ഡോട്ടേഴ്സ് ആരാണ് ഇവിടെ പറയുന്നത്? മോഡേൺ വിമനെയാണ്. ദേ സിംബലൈസ് ദ ഫ്യൂച്ചർ ജനറേഷൻ ഓഫ് വിമൻ. ഇത്രയുമാണ് ഈ ഒരു പോയത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന പോയിൻറ്റ്സ്. സോ ഇനി നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ചാപ്റ്റേഴ്സിൻ്റെ എക്സ്പ്ലനേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ആൻഡ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.